പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നും സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനമായിട്ട് വേനൽ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. നമ്മുടെ മാപ്പ് വന്നിട്ടുണ്ട്. 3 ജില്ലകളിൽ അലേർട്ടുണ്ട്, യെല്ലോ അലേർട്ടുണ്ട്. കോട്ടയത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും അലേർട്ടുകളുണ്ട്. അടുത്ത 3 മണിക്കൂർ സമയത്തേക്കാണ് കേട്ടോ ഈ അലേർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനൊപ്പം തന്നെ ചിലപ്പം ഇടിമിന്നൽ മുന്നറിയിപ്പ് കൂടി, ഇടിമിന്നലൊക്കെ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. പക്ഷേ ലക്ഷദ്വീപ് തീരത്തൊന്നും ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുകളൊന്നും തന്നെ ഇല്ല. അതിനൊപ്പം തന്നെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും പറയുന്നു. നമുക്ക് വേഗത്തിൽ കാലാവസ്ഥ ഈ നമ്മുടെ നിലവിലെ താപനില ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയാൽ തിരുവനന്തപുരത്ത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോലെ തന്നെ ചൂടുള്ള ഒരു ദിവസമായിരിക്കും. ഇന്നും ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. എറണാകുളത്തെ താപനില പരിശോധിച്ചാൽ അത് ഉയർന്നത് 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കോഴിക്കോട് ജില്ലയിലെ ഉയർന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. കണ്ണൂർ ജില്ലയിൽ പക്ഷേ ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഇന്ന് ചൂടിന് നേരിയ കുറവുണ്ടാകും. കാരണം 33 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിലെ ഉയർന്ന താപനില ആയി നൽകിയിരിക്കുന്നത്. കുറഞ്ഞത് 26 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ പൊതുവെയുള്ളൊരു കാലാവസ്ഥ പരിശോധിച്ചാൽ. ചൂടും അതേപോലെ തന്നെ മഴയും ഒക്കെ അങ്ങനെയാണ്. നമ്മുടെ സജീവ് കുറച്ച് സമയമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, സേതു ചേച്ചി കാലാവസ്ഥ ഒന്ന് പറയാവോ, പാലക്കാട് ഇന്നലെ നല്ല മഴയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥ റിപ്പോർട്ട് ഇങ്ങനെയാണ് സജീവേ. മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 3 ജില്ലകളിൽ അലേർട്ടുണ്ട്. ഒപ്പം തന്നെ ചൂടും കടുത്തത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക്